2003 ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് പൊളിഞ്ഞു പാളീസായ കഥ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ. 2011 അധികാരത്തിൽ വന്ന ഉമ്മൻചാണ്ടി സർക്കാർ പഴയ വീഞ്ഞിനെ എമർജിംഗ് കേരള എന്ന ലേബൽ ഒട്ടിച്ച് പുറത്തിറക്കി. 2012 സെപ്റ്റംബർ 12 മുതൽ 14 വരെ കൊച്ചിയിലെ ലേ മെറിഡിയൻ ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിലായിരുന്നു നാടകം. ഉദ്ഘാടനം അന്നത്തെ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ്. ആകെ 45,000 കോടിയുടെ നിക്ഷേപ വാഗ്ദാനമുണ്ടായെന്ന് മനോരമ മത്തങ്ങ നിരത്തി. പക്ഷെ മാതൃഭൂമി അത്രയ്ക്കങ്ങ് പോയില്ല. 5,000 കോടി കുറച്ച് 40,000 കോടിയുടെ നിക്ഷേപ വാഗ്ദാനം എന്നാണ് അവർ ഒന്നാം പേജിൽ ബാനർ കെട്ടിയത്. 2 പത്രങ്ങളും ഒരുപോലെ പ്രാധാന്യം കൊടുത്ത ഒരു പദ്ധതിയുണ്ട്. 2,000 കോടി മുതൽ മുടക്കിൽ ജർമ്മൻ കമ്പനിയായ ഫോക്സ് വാഗൻ കേരളത്തിൽ എഞ്ചിൻ അസംബ്ലി യൂണിറ്റ് ആരംഭിക്കാൻ പോകുന്നു. ഉദ്ഘാടന പ്രസംഗത്തിൽ ഉമ്മൻചാണ്ടിയും അഭിമാനത്തോടെ ഈ പ്രഖ്യാപനം നടത്തി. അതേ ദിവസം 2012 സെപ്റ്റംബർ 15 ഇന്ത്യൻ എക്സ്പ്രസിലെ ഒരു വാർത്തയാണ് സ്ക്രീനിൽ. CM പ്രപ്പോസസ്, ഫോക്സ് വാഗൻ ഡിസ്പോസസ് കേരള പ്ലാൻ എന്ന തലക്കെട്ട്. വാർത്ത ഇങ്ങനെ: അവേഴ്സ് ആഫ്റ്റർ ചീഫ് മിനിസ്റ്റർ ഉമ്മൻചാണ്ടി അനൗൺസ്ഡ് ദാറ്റ് German auto major Volkswagen will start an engine assembly unit in the state with an estimated cost of rupees 2,000 crore. The company has denied any such plan. We don't have plans to invest rupees 2,000 crore to set up engine assembly unit in Kerala, Alexander Shibit, spokesperson of Volkswagen India, told Express from the company headquarters at Pune. അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു. He said Volkswagen was not taken into confidence by the Chief Minister of Kerala before making this announcement. ഫോക്സ് അറിയാതെയാണ് അവരുടെ പേരിൽ ഉമ്മൻചാണ്ടി കേരളത്തിൽ 2,000 കോടിയുടെ പദ്ധതി പ്രഖ്യാപിച്ചത്. ഫോക്സ് കമ്പനി സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കാര്യം ഉമ്മൻചാണ്ടി എമർജിംഗ് കേരളയിൽ അവതരിപ്പിച്ചു. മനോരമയെയും മാതൃഭൂമിയെയും കൊണ്ട് ഒന്നാം പേജിൽ അച്ചുനിരത്തിച്ചു. മറ്റാരെ കൊണ്ട് പറ്റും ഇമാതിരി ഉടായിപ്പുകൾ? ഫോക്സ് സംഗതി കൈയോടെ നിഷേധിച്ച കാര്യം പക്ഷെ നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതേയില്ല. ഇത്തരം നമ്പറുകളാൽ സമ്പന്നമായിരുന്നു ഉമ്മൻചാണ്ടി കുഞ്ഞാലിക്കുട്ടി ടീമിന്റെ എമർജിംഗ് കേരള. പരിപാടിയെ സംബന്ധിച്ച് പെയ്ത വിവാദ പെരുമഴയുടെ കർട്ടൻ റൈസർ ആയിരുന്നു മാതൃഭൂമിയിലെ ഈ കാർട്ടൂൺ. ഞാൻ ഇരിക്കുമ്പോൾ വേളി നടക്കില്ല എന്നലറുന്ന അച്യുതാനന്ദൻ, എങ്കിൽ ഇത്തിരി നേരം പോക്കായാലോ എന്ന് ചോദിക്കുന്ന കുഞ്ഞാലിക്കുട്ടി. സംഭവം ഇങ്ങനെയായിരുന്നു. വേളിയിൽ 200 കോടി ചെലവിൽ ഒരു അർബൻ എന്റർടൈൻമെന്റ് സെന്ററിന് ഇൻകൽ പ്രൊജക്റ്റ് ഉണ്ടാക്കി. അതിൽ 40,000 സ്ക്വയർ ഫീറ്റിൽ ഒരു നൈറ്റ് ലൈഫ് സോൺ. ചെലവ് 60 കോടി. നിക്ഷേപകൻ മുടക്കേണ്ടത് 20 കോടി. നിക്ഷേപകന് വാഗ്ദാനം ചെയ്തത് 20% റിട്ടേൺ. എമർജിംഗ് കേരളയുടെ പ്രൊജക്റ്റുകളിൽ ഒന്നായി ഇത് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തതോടെ പുകിലായി, വിവാദമായി. അതോടെ പദ്ധതി പിൻവലിച്ചതാണെന്നും വെബ്സൈറ്റിൽ എങ്ങനെ വന്നു എന്നറിയില്ലെന്നും പറഞ്ഞ് സർക്കാർ തലയൂരാൻ ശ്രമിച്ചു. ഇൻകൽ മേധാവി ടി ബാലകൃഷ്ണനെതിരെ ഉടൻ നടപടിയെടുക്കുമെന്ന് പത്രങ്ങൾ അച്ചുനിരത്തി. ഉടൻ തന്നെ ഇൻകൽ മേധാവിയായിരുന്ന ടി ബാലകൃഷ്ണൻ തന്റെ വിശദീകരണവുമായി രംഗത്തെത്തി. എമർജിംഗ് കേരളയുടെ ഭാഗമായി നിശാ ക്ലബ് ഉൾപ്പെടുന്ന പദ്ധതി ഇൻകൽ സർക്കാരിന് സമർപ്പിച്ചുവെന്നും സർക്കാർ തത്വത്തിൽ അംഗീകരിച്ചുവെന്നും ബാലകൃഷ്ണൻ സ്ഥിരീകരിച്ചു. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം പിന്നീട് പദ്ധതി പിൻവലിക്കാൻ തീരുമാനിച്ചു എന്നൊക്കെ മേനി പറഞ്ഞെങ്കിലും പദ്ധതി തത്വത്തിൽ അംഗീകരിച്ചപ്പോൾ വെബ്സൈറ്റിൽ ഉൾപ്പെടുത്താൻ നിർദ്ദേശിച്ചത് താനാണ് എന്നും KSIDCക്ക് പ്രൊജക്റ്റ് കൈമാറിയത് താനാണെന്നും തന്നോട് ആരും വിശദീകരണം ചോദിച്ചില്ലെന്നും ആർക്കും വിശദീകരണം നൽകിയിട്ടില്ലെന്നും ബാലകൃഷ്ണൻ അറുത്തുമുറിച്ചു പറഞ്ഞു. ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ചെയ്തോ എന്ന മട്ടിലായിരുന്നു ടി ബാലകൃഷ്ണന്റെ വിശദീകരണം. അതോടെ സർക്കാരിന്റെ പ്രതിച്ഛായ തകർത്ത ഉദ്യോഗസ്ഥരുടെ മൂക്കു ചെത്തും എന്ന് മാധ്യമങ്ങളോട് വീമ്പു പറഞ്ഞ മന്ത്രിമാർ പിൻവലിഞ്ഞു. ബാലകൃഷ്ണന്റെ വിശദീകരണത്തോടെ വിവാദവും ഒടുങ്ങി. ഇത്തരം പദ്ധതികളുടെ പ്രളയമായിരുന്നു എമർജിംഗ് കേരളയിൽ. ഭൂമി കച്ചവടമായിരുന്നു ലക്ഷ്യം. തിരുവനന്തപുരത്തെ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയവും ദേശീയ ഗെയിംസിന് വേദിയാകുന്ന വാട്ടർ അതോറിറ്റിയുടെ നീന്തൽക്കുളവും പാട്ടത്തിന് കൊടുക്കാൻ പദ്ധതികളുണ്ടാക്കി. ഇപ്പോൾ 450 ഏക്കറിൽ പ്രവർത്തിക്കുന്ന കൊച്ചിയിലെ പെട്രോ കെമിക്കൽ പാർക്കിന്റെ പേരിൽ ഏറ്റെടുക്കാൻ ഒരുങ്ങിയത് 4 ജില്ലകളിലായി 13,000 ഏക്കർ ഭൂമി. 300 ഏക്കർ ഭൂമിയിൽ വിഭാവന ചെയ്ത ആമ്പല്ലൂരിലെ ഇലക്ട്രോണിക്സ് പാർക്കിന്റെ മറവിൽ ഏറ്റെടുക്കാൻ ഒരുങ്ങിയത് 1,142 ഏക്കർ ഭൂമി. ചീമേനിയിലെ ആണവ നിലയത്തിന്റെ പേരിൽ 1,600 ഏക്കർ. ഈ ലെവലിലായിരുന്നു എമർജിംഗ് കേരളയുടെ പോക്ക്. ഫോക്സ് അറിയാതെ അവരുടെ എഞ്ചിൻ അസംബ്ലി യൂണിറ്റ് കേരളത്തിൽ തുടങ്ങുമെന്ന് പ്രഖ്യാപിച്ച കുഞ്ഞാലി ടീം എറണാകുളത്തെ വിശാല കൊച്ചി വികസന അതോറിറ്റിക്കും കൊടുത്തു 8ന്റെ പണി. അവരറിയാതെ അവരുടെ പേരിൽ 3 പദ്ധതികൾ എമർജിംഗ് കേരളയിൽ ഇടം പിടിച്ചു. മറൈൻ ഡ്രൈവിൽ GCDAയുടെ ഉടമസ്ഥതയിലുള്ള 5 ഏക്കർ സ്ഥലത്തിന്റെ സൗന്ദര്യവൽക്കരണം,
മണപ്പാട്ടിപ്പറമ്പിൽ 3 ഏക്കർ സ്ഥലത്ത് കമേഴ്ഷ്യൽ ഷോപ്പിംഗ് കോംപ്ലക്സ്, കലൂരിലെ 2 ഏക്കറിൽ മാർക്കറ്റ് കം കമേഴ്ഷ്യൽ ക്ലസ്റ്റർ. ഇതൊന്നും തങ്ങൾ അറിഞ്ഞ ഏർപ്പാടല്ലെന്ന് പത്രക്കാരോട് തുറന്നു പറഞ്ഞ് GCDA ചെയർമാനും കോൺഗ്രസ് നേതാവുമായിരുന്ന N വേണുഗോപാൽ തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറിയതും പിന്നീട് KC ജോസഫുമായി തർക്കമുണ്ടായതും എമർജിംഗ് കേരളയിലെ അനുബന്ധ തമാശ. വൻതോതിൽ ഭൂമി ഏറ്റെടുക്കലും കണ്ണായ സ്ഥലങ്ങളിലെ സർക്കാർ ഭൂമി 99 വർഷത്തിലേക്ക് പാട്ടത്തിന് കൊടുക്കലും ഇതായിരുന്നു എമർജിംഗ് കേരളയുടെ രഹസ്യ അജണ്ട. UDFിലോ സ്വന്തം പാർട്ടിയിലോ ആലോചിക്കാതെ കുഞ്ഞാലി ടീം കേരളം വിൽക്കാൻ ഉണ്ടാക്കിയ പദ്ധതിയായിരുന്നു എമർജിംഗ് കേരള. പദ്ധതികളുടെ വിശദാംശങ്ങൾ ഒന്നൊന്നായി പുറത്തു വന്നതോടെ കേരളത്തിൽ അതിരൂക്ഷമായ എതിർപ്പുയർന്നു. വൻകിട സമ്പന്നന്മാർക്ക് ഭൂമി നൽകാനുള്ള പദ്ധതിയാണ് എമർജിംഗ് കേരള എന്ന് CPM സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയനും ജിമ്മിനേക്കാൾ ആപത്കരമാണ് എമർജിംഗ് കേരള എന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന VS അച്യുതാനന്ദനും തുറന്നടിച്ചു. എമർജിംഗ് കേരള സായിപ്പന്മാർക്കുള്ളതാണെന്ന് ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റത്തിന് പോലും പരസ്യമായി ആരോപിക്കേണ്ടി വന്നു. സംസ്ഥാനത്തിലെ കണ്ണായ സ്ഥലങ്ങളിലെല്ലാം ഷോപ്പിംഗ് കോംപ്ലക്സുകളും കൺവെൻഷൻ സെന്ററുകളുമായിരുന്നു എമർജിംഗ് കേരളയിലെ പ്രധാന പദ്ധതികൾ. 99 വർഷത്തേക്ക് സർക്കാർ ഭൂമി പാട്ടത്തിന് നൽകുമെന്നായിരുന്നു ആകർഷകമായ വാഗ്ദാനം. ആരോട് ചോദിച്ചിട്ടാണ് സർക്കാർ ഭൂമി 99 വർഷത്തേക്ക് പാട്ടത്തിന് കൊടുക്കാൻ തീരുമാനിച്ചത് എന്ന ചോദ്യം സംസ്ഥാനത്തെങ്ങും അലയടിച്ചു. കോൺഗ്രസിലെ ഹരിത MLA മാർ എമർജിംഗ് കേരളയ്ക്കെതിരെ ചന്ദ്രഹാസമിളക്കി. VD സതീശനും TN പ്രതാപനും ഹൈബി ഈഡനും ശ്രേയംസ് കുമാറും ഒക്കെ ഗ്രീൻ തോട്ട്സ് കേരള എന്ന ബ്ലോഗിൽ എമർജിംഗ് കേരളയിലെ ഭൂമിദാനത്തെ വിമർശിച്ച് ലേഖനമെഴുതി. മാധ്യമങ്ങൾ അതേറ്റുപിടിച്ചു. പിന്നാലെ UDFിലും എതിർപ്പുയർന്നു. നാട്ടിലാകെ അമർഷവും വിമർശനവും ശക്തമായപ്പോൾ പദ്ധതി UDFിൽ ആലോചിച്ചില്ല എന്ന് പറഞ്ഞ് UDF നേതാക്കൾ കൈകഴുകി. ഒടുവിൽ യോഗം ചേർന്ന് പാട്ടക്കാലാവധി 30 വർഷമായി കുറയ്ക്കാൻ സർക്കാരിന് UDF നിർദ്ദേശം നൽകി. കുഞ്ഞാലി ടീമിനേറ്റ ആദ്യത്തെ പരാജയം. അതോടെ പത്രസമ്മേളനങ്ങളിൽ സങ്കടവും പരിഭവവും കണ്ണീരും ഒഴുകി. VS ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്നായി പരിദേവനം. ഹരിത MLA മാരുടെ ആശങ്കകൾ പരിഹരിക്കുമെന്നായി, വിവാദ പദ്ധതികൾ പുനഃപരിശോധിക്കുമെന്നായി. ഒടുവിൽ ആ പ്രഖ്യാപനം വന്നു. എമർജിംഗ് കേരളയിലെ 38 പദ്ധതികൾ പിൻവലിക്കാൻ സർക്കാർ തീരുമാനിച്ചു. കുഞ്ഞാലി ടീമിനേറ്റ രണ്ടാമത്തെ പരാജയം. ഇതിൽ മലപ്പുറത്തെ 4 ഇൻകൽ പദ്ധതികളും ഉൾപ്പെട്ടതോടെ അതുവരെ അടക്കിവെച്ച അമർഷം പിടിച്ചു നിർത്താൻ കുഞ്ഞാലിക്കുട്ടിക്ക് കഴിഞ്ഞില്ല. നയവും വിനയവും ഡിപ്ലോമസിയും പരണത്ത് വെച്ച് വിനീതൻ പൊട്ടിത്തെറിച്ചു. കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകൾ മനോരമ എഡിറ്റ് ചെയ്യാതെ റിപ്പോർട്ടാക്കി. ഇങ്ങനെയായിരുന്നു കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. കേരളത്തിൽ വിവാദ വ്യവസായം മുളപ്പിക്കാൻ നോക്കണ്ട. ഇവിടെ ഒന്നും നടക്കരുതെന്ന് പറയുന്നത് സൂക്കേടാണ്. അതിന് മരുന്നില്ല. വഴിമുടക്കികളെ തിരിച്ചറിയാനുള്ള കഴിവുണ്ട്. വിവാദമുണ്ടാക്കുന്നവർ മീഡിയയുടെ മുന്നിൽ ചെന്ന് ഡാൻസ് ചെയ്താൽ മതി. മുന്നോട്ട് വെച്ച കാൽ പിന്നോട്ടില്ല. അതായിരുന്നു പ്രതികരണം. കേരളം മൊത്തത്തിൽ വിൽക്കാനുള്ള കുഞ്ഞാലി ടീമിന്റെ നീക്കം തകർപ്പനൊരു കാർട്ടൂണിലൂടെ മാതൃഭൂമിയിലെ ഉണ്ണികൃഷ്ണൻ ചരിത്രത്തിന്റെ ഭാഗമാക്കി. ഇനി നമുക്ക് സാക്ഷാൽ VD സതീശനോട് ചോദിക്കാം. സർ, 45,000 കോടിയുടെ നിക്ഷേപത്തിന് എമർജിംഗ് കേരളയിൽ ധാരണയായി എന്നായിരുന്നല്ലോ അന്ന് പെരുമ്പറ കൊട്ടിയത്. ഇതിലേത് പദ്ധതിയാണ് പ്രതിപക്ഷത്തിന്റെ എതിർപ്പ് മൂലം നടക്കാതെ പോയത്? എമർജിംഗ് കേരളയുടെ സമാപനം മനോരമ റിപ്പോർട്ട് ചെയ്തത് നോക്കൂ. ലോകത്തിന് മുന്നിൽ കേരളം മുന്നോട്ട് വെച്ചത് 2 ലക്ഷം കോടിയുടെ നിക്ഷേപാവസരം. പദ്ധതികൾ 250. 10 വർഷത്തിനുള്ളിൽ 10 ലക്ഷം പേർക്ക് തൊഴിൽ. ഇതിലേത് പദ്ധതിയാണ് സർ പ്രതിപക്ഷത്തിന്റെ എതിർപ്പ് മൂലം മുടങ്ങിയത്? അതുമൂലം എത്ര പേരുടെ തൊഴിലവസരങ്ങളാണ് നഷ്ടമായത്? ചെറു പദ്ധതികളിൽ 15,000 കോടിയുടെ നിക്ഷേപം എന്നായിരുന്നല്ലോ പെരുമ്പറ. എത്ര കോടിയുടെ നിക്ഷേപം ചെറുപദ്ധതികളിൽ ഉണ്ടായി? പ്രതിപക്ഷം സഹകരിക്കാത്തത് മൂലം ആരാണ് പിൻവലിഞ്ഞത്? എവിടെ തിരുവനന്തപുരത്തിന് വാഗ്ദാനം ചെയ്ത രാജ്യാന്തര വാണിജ്യ കേന്ദ്രവും കൂറ്റൻ കൺവെൻഷൻ സെന്ററും? ഇതൊന്നും നടക്കാത്തതിന് പ്രതിപക്ഷമായിരുന്നു ഉത്തരവാദികൾ. എന്തുകൊണ്ട് എമർജിംഗ് കേരള മുങ്ങിപ്പോകുന്നു എന്ന തലക്കെട്ടിൽ മാതൃഭൂമിയിൽ എഴുതിയ ലേഖനത്തിൽ ഡോക്ടർ തോമസ് ഐസക് UDFിന്റെ ഗൂഢ അജണ്ട ഇങ്ങനെ തുറന്നുകാട്ടി. സർക്കാർ ഭൂമി കൊമേഴ്സ്യൽ കോംപ്ലക്സുകൾക്കും സ്വാശ്രയ സ്ഥാപനങ്ങൾക്കും വിട്ടുകൊടുക്കണോ എന്നാലോചിക്കേണ്ടതുണ്ട്. പാണക്കാടും മറ്റുമുള്ള സ്ഥാപനങ്ങൾ പേരുകൊണ്ട് വേറെയാണെങ്കിലും ആത്യന്തികമായി സ്വാശ്രയ സ്ഥാപനങ്ങളാണ്. സ്വകാര്യ വ്യക്തികൾക്ക് പാട്ടത്തിന് കൊടുത്ത് വാണിജ്യ ടവർ സ്ഥാപിക്കാനുള്ളതാണോ തിരുവനന്തപുരം നഗരഹൃദയത്തിലുള്ള 1.5 ഏക്കർ സർക്കാർ ഭൂമി? ചീമേനിയിലെ വാതക പ്ലാന്റിന് 1600 ഏക്കർ ഭൂമി എന്തിന്? പുതുവൈപ്പിനിൽ 1200 മെഗാവാട്ട് പ്ലാന്റ് സ്ഥാപിക്കാൻ പെട്രോനെറ്റിന് 150 ഏക്കർ സ്ഥലം മതി. അപ്പോൾ ചീമേനിയുടെ പ്ലാന്റിന് ഇത്രയും ഭൂമി ആവശ്യമുണ്ടോ? അവിടെയൊക്കെയാണ് പദ്ധതികൾക്ക് പിന്നിലെ റിയൽ എസ്റ്റേറ്റ് താല്പര്യങ്ങൾ നാവു നീട്ടുന്നത്.
ഈ കാര്യങ്ങൾ കൊണ്ട് സർക്കാർ പറയുന്ന കാര്യങ്ങൾ മുഖവിലക്കെടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. തോമസ് ഐസക്കിന്റെ നിലപാടിൽ നിന്ന് നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? എമർജിംഗ് കേരളയെ സംബന്ധിച്ച് ഇടതുപക്ഷത്തിന്റെ നിലപാട് കൃത്യമായിരുന്നു. വ്യക്തമായ കാരണങ്ങൾ ആർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ ജനങ്ങളോട് തുറന്നു പറഞ്ഞുകൊണ്ടാണ് എമർജിംഗ് കേരളയെ ഇടതുപക്ഷം എതിർത്തത്. എന്നാൽ ആ എതിർപ്പ് കൊണ്ടാണോ കൊട്ടിഘോഷിച്ച പദ്ധതികൾ പലതും നടക്കാതെ പോയത്? അതോ അവ ഉഡായിപ്പ് പദ്ധതികൾ ആയിരുന്നതുകൊണ്ടോ? 2003 ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റിനെ വികസനത്തിന്റെ ലാസ്റ്റ് ബസ് എന്നാണ് അന്നത്തെ മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചത്. പ്രഖ്യാപിച്ചത് 26,000 കോടിയുടെ നിക്ഷേപം. വന്നതോ ജോയ് ആലുക്കാസിന്റെ 3 തുണിക്കടകൾ ഉൾപ്പെടെ എത്ര സ്വകാര്യ നിക്ഷേപം. ജോയ് ആലുക്കാസിന് വെഡിങ് സെന്ററുകൾ തുടങ്ങാൻ പ്രധാനമന്ത്രിയെ ഇവിടെ ക്ഷണിച്ചു വരുത്തി നിക്ഷേപ സംഗമ മാമാങ്കം നടത്തേണ്ട കാര്യമെന്ത്? എമർജിംഗ് കേരളയെ ജീവൻ മരണ പോരാട്ടം എന്നാണ് അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വിശേഷിപ്പിച്ചത്. 45,000 കോടിയുടെ നിക്ഷേപം കിട്ടാൻ നടത്തിയ ജീവൻ മരണ പോരാട്ടത്തിന്റെ ബാക്കി പത്രം എന്താണ് സതീശൻ സർ? ജീവൻ മരണ പോരാട്ടം നടത്തുന്നത് റിയൽ എസ്റ്റേറ്റ് പരിപാടിയിലൂടെയാണോ? ഫോക്സ് വാഗൻ അറിയാതെ അവരുടെ പേരിൽ 2,000 കോടിയുടെ നിക്ഷേപം പ്രഖ്യാപിച്ചത് ജീവൻ മരണ പോരാട്ടത്തിലെ ഏത് അടവായിരുന്നു? UDF എന്നാൽ ഉഡായിപ്പ് ഡെവലപ്മെന്റ് ഫ്രോഡുകളാണെന്ന് കേരളം തിരിച്ചറിഞ്ഞ 2 തട്ടിക്കൂട്ട് പരിപാടികളായിരുന്നു 2003 ആഗോള നിക്ഷേപ സംഗമവും 2012 എമർജിംഗ് കേരളയും.